ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ പൊതുവേദിയിൽ വെച്ച് പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു. അദ്ദേഹം ഇരിക്കുന്ന വേദിയിൽ വെച്ച് എന്നുള്ളതാണ് ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ആ വാർത്ത മാറുകയാണ്. നിലവിൽ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ, വിവാദങ്ങളിൽ ഒരു മുൻവിധിയുമില്ലാത്ത അന്വേഷണം നടക്കും. എത്ര ഉന്നതനായാലും നടപടിയുണ്ടാകും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ സേനാംഗങ്ങൾ അച്ചടക്കം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നത് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അതിനിടെ മറുഭാഗത്ത് PV അൻവർ MLA ഇന്ന് വീണ്ടും ആരോപണം ഉന്നയിച്ചു. അദ്ദേഹം ADGP MR അജിത് കുമാറിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. സോളാർ കേസ് അട്ടിമറിച്ചു, ഒപ്പം അദ്ദേഹം കവടിയാറിൽ ഒരു കൊട്ടാരം നിർമ്മിക്കുന്നു എന്ന് പറയുന്നു. ADGP MR അജിത് കുമാർ ഈ സമ്മേളന വേദിയിൽ വെച്ച് സംസാരിക്കുമ്പോൾ അല്പം വൈകാരികമായാണ് സംസാരിച്ചത്. പോലീസ് സേനയിൽ താൻ നടത്തിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് എണ്ണി പറയുന്നു. 29 വർഷക്കാലത്തിനിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി അത് പറയാൻ തനിക്ക് ഒരുപക്ഷെ അവസരം കിട്ടിയില്ലെന്ന് വരാം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. ഇപ്പോൾ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. ആദ്യം നമ്മൾ പോകുന്നത് സമീറിലേക്കാണ്. സമീറാണ് വിശദാംശത്തിലേക്ക് എത്താം. അതിനു മുൻപായി ഒരു റിപ്പോർട്ടിലേക്ക്. PV സ്വാമി പുരസ്കാരം ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെയും ഫ്ലവേഴ്സിന്റെയും ചെയർമാൻ ഗോകുലം ഗോപാലന് ഗോവ ഗവർണർ P. ശ്രീധരൻ പിള്ള സമ്മാനിച്ചു. MR അജിത് കുമാർ നിങ്ങൾ എല്ലാ ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാം. ചോദിക്കാനല്ല ചോദിച്ചു. നിലവില് വലിയ വിവാദങ്ങൾ താങ്കൾക്കെതിരെ PV അൻവർ MLA ഉയർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ 2 ദിവസമായി ഇന്നും വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? വേറെ ഏതെങ്കിലും ചോദ്യമുണ്ടോ? സാറേ, ആ വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. താങ്കൾ വീട് പണിയുന്നു എന്നതടക്കമുള്ള, കൊട്ടാരം പണിയുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇന്നും ഉന്നയിക്കുന്നത്. ഇന്നലെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു. ശരി, വേറെന്താണ്? വേറെന്താണ്? അന്വേഷണം കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി DGPക്ക് അന്വേഷണം അന്വേഷണം ഇപ്പോൾ കഴിഞ്ഞോ? താങ്കൾക്ക് കൊലപാതകങ്ങളിലടക്കം പങ്കുണ്ടെന്നാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞല്ലോ. എനിക്ക് അഗൻസ്റ്റ് റേസ് ചെയ്തിട്ടുള്ള എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട DGPക്കും ഉണ്ട്. അവരന്വേഷിക്കട്ടെ. ഒരൊറ്റ വാചകത്തിലാണ് അദ്ദേഹത്തിന്റെ മറുപടി വന്നിരിക്കുന്നത്. തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന മുഴുവൻ ആരോപണങ്ങളും അന്വേഷിക്കണമെന്ന് താൻ കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയോടും DGPയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നൊരൊറ്റ വാചകത്തിൽ മറുപടി നൽകിക്കൊണ്ട് ADGP MR അജിത് കുമാർ മടങ്ങുകയാണ്. അദ്ദേഹം കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അന്വേഷണം നടക്കണം, ആ കാര്യം താൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ADGP MR അജിത് കുമാർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം ഇരുന്ന വേദിയിൽ വെച്ച് തന്നെയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇന്ന് സംഭവിച്ചത്. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത് അത് പൊതുവേദിയിൽ വെച്ചാണ് എന്നുള്ളത് തന്നെയാണ് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും. അന്വേഷണം നടക്കട്ടെ എന്നിപ്പോൾ MR അജിത് കുമാറും പറയുന്നു. താൻ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് കത്തിലൂടെ തന്നെ ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. DGPയുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണം നടക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്.